ആർക്കും സാധ്യമല്ല. അത്രത്തോളം പരാവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നുവെന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയവും ഇല്ലെന്നതാണ് സത്യം. സലാത്തിന്റെ സരാഗങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഒരു സെക്കൻഡും പുകഴ്ത്തതായില്ല. മുത്തിന്റെ കീർത്തനങ്ങളിൽ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചെറുതാഴ്മ വാക്കുകൾ വിരാമം കൊടുക്കാം. കള്ളിലും കാമക്കൂത്തിലും ലയിച്ച് കണ്ണിൽ കാണുന്നതിനെല്ലാം ആരാധിച്ചു ഹരിതൈബങ്ങളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞരായ വിഭാഗം അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി. സ്നേഹസമീപനം കൊണ്ട്, സ്നേഹ മനോഭാവം കൊണ്ടും, ഹൃസ്വകാലം കൊണ്ടും ആദമ വിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പിറന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ നിർഭയം ജീവനോട് കുഴിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺകുട്ടികളെ വിദ്യ നൽകി വളർത്തി വലുതാക്കിയവന്റെ പരലോകത്ത് വച്ച പ്രതിഫലമുണ്ടെന്ന് സന്ദേശം എത്തിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച അവിടുന്ന് ജ്ഞാന വെളിച്ചമേകി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രശ്നം അവസാനിപ്പിക്കുന്നു. നമ്പർ 363